ആശാനെ, ഈ ദിലീപും ഭാവനയായിട്ടുള്ള കേസ് അതെന്താണെന്നൊന്ന് പറഞ്ഞു തരോ? ദിലീപ് ശരിക്കും കൊട്ടേഷൻ കൊടുത്തതാണോ അതോ അങ്ങേര് പറയണ പോലെ അങ്ങേരെ പെടുത്തിയതാണോ? ഇതൊന്ന് പറഞ്ഞു തരോ? അനിയ, ഇത് 2017 നടന്നൊരു കേസാണ്. 2017 ഫെബ്രുവരി മാസം മലയാളത്തിലെ ഒരു പ്രമുഖ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നതാണ് കേസ്. കേസിലെ മുഖ്യ പ്രതിയായ പൾസർ സുനി ദിലീപിന് ഒരു കത്തയച്ചു. അതിൽ നിന്നാണ് ദിലീപിന്റെ പേര് വരുന്നത്. ദിലീപ് കൊട്ടേഷൻ കൊടുത്തിട്ടാണ് നടിയെ ആക്രമിച്ചതെന്നും അതിനുശേഷം ദിലീപ് ആ ചിത്രങ്ങൾ വെച്ച് നടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിരുന്നു പ്ലാൻ എന്നുമായിരുന്നു കേസ്. ദിലീപ് പറയുന്നത് ദിലീപ് തീർത്തും നിരപരാധിയാണെന്നും ദിലീപിന് ഇതിൽ പെടുത്തിയതാണെന്നുമാണ്. അങ്ങനെയാണെങ്കിൽ ദിലീപ് നിരപരാധിയാണോ ശരിക്കും, അതോ ദിലീപ് രക്ഷപ്പെടാനായിട്ട് ഇറക്കുന്ന ഒരു നമ്പർ മാത്രമാണോ ഇത്? ആ വിധിയാണ് ഡിസംബർ 8 വരുന്നത്. ഒരു പക്ഷത്തെ ആൾക്കാർ പറയുന്നത് ദിലീപ് എന്തായാലും ചെയ്തിട്ടുണ്ടാകുന്നു, മറ്റേ പക്ഷത്തെ ആളുകൾ പറയുന്നത് ദിലീപിനെ പെടുത്തിയതാണെന്ന്. രണ്ടു പക്ഷവും തമ്മിൽ തല്ലാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 8 കൊല്ലമായി. ഇതുവരെ അതിനൊരു തീർപ്പായിട്ടില്ല. ഈ വരുന്ന ഡിസംബർ 8 അതിനൊരു തീർപ്പാകും. ആശാൻ എന്ത് തോന്നുന്നു, ശരിക്കും ദിലീപ് ചെയ്തിട്ടുണ്ടാവോ അതോ പെടുത്തിയതായിരിക്കോ? അതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്നാലും എന്റെ ഒരു അനുമാനങ്ങൾ വെച്ചിട്ട് പറയാം. ഈ കേസോട് കൂടിയാണ് മലയാള സിനിമയിലെ സ്ത്രീകൾക്ക് ഒരു ശബ്ദം ലഭിച്ചത്. WCC പോലെയുള്ള ഓർഗനൈസേഷൻസ്, WCC പോലെയുള്ള സംഘടനകൾ പിന്നീട് ഉണ്ടാകാനായിട്ടുള്ള കാരണം ഈ കേസാണ്. WCC പിന്നീട് തെറ്റിപ്പിരിഞ്ഞു, അത് മറ്റൊരു കാര്യം. എന്നാലും സ്ത്രീ ശാസ്ത്രീകരണവും അതേപോലെ തന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കാര്യമായിട്ട് എടുക്കാനും തുടങ്ങിയത് ഈ കേസിന് ശേഷമാണ്. ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ ഈ കേസ് മലയാള സിനിമയിൽ ഒരു കോലിളക്ക് മാത്രമല്ല സൃഷ്ടിച്ചത്, മലയാള സിനിമയുടെ അടിസ്ഥാന തത്വങ്ങൾ വരെ മാറാൻ കാരണമായത് ഈ കേസാണ്. ഈ കേസിന്റെ ലീഗൽ കാര്യങ്ങളൊക്കെ ഒന്ന് പറയോ? ഈ കേസിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, അഥവാ ദിലീപ് പ്രതിയായിരിക്കുന്നത് ഗൂഢാലോചന എന്നൊരു വകുപ്പ് വെച്ചിട്ടാണ്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഗൂഢാലോചന തെളിയിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. ദിലീപിനെ തന്നെ രാംലീല എന്ന് പറയുന്ന സിനിമയിൽ ഇതിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. അതായത് ഒരു ഗൂഢാലോചന ചെയ്തു എന്ന് തെളിയിക്കേണ്ടത് പ്രോസിക്യൂഷന്റെ ഉത്തരവാദിത്തമാണ്. അതിന്റെ മേൽ ഒരു ചെറിയൊരു സംശയത്തിന്റെ എലമെന്റ് ഉണ്ടെങ്കിൽ പോലും പ്രതിയെ വെറുതെ വിടും. അതുകൊണ്ട് തന്നെ വളരെ ശ്രമകരമാണ് ഒരു കേസിൽ ഡയറക്റ്റായിട്ട് ബന്ധമില്ലാത്ത ഒരാൾക്ക്, അതായത് ആ കേസിൽ അല്ലെങ്കിൽ ആ കുറ്റകൃത്യം നേരിട്ട് ചെയ്തിട്ടില്ലാത്ത ഒരാളെ പ്രതിയാക്കുക അഥവാ ശിക്ഷിക്കുക എന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദിലീപിനെ ശിക്ഷിക്കുകയാണെങ്കിൽ അതിന് 100% ഉറപ്പാണ് ദിലീപ് കുറ്റക്കാരനാണെന്ന്. എന്നാൽ ശിക്ഷിച്ചില്ലെങ്കിൽ ദിലീപ് നിരപരാധിയാണ് എന്നൊരർത്ഥമില്ല. ദിലീപിനെ ശിക്ഷിച്ചില്ലെങ്കിൽ തെളിവുകളുടെ അഭാവം ആകാൻ കാരണം, അല്ലെങ്കിൽ ശരിക്കും ദിലീപ് നിരപരാധിയുമായിരിക്കാം. സോ ശിക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് 100% ഉറപ്പിച്ചു പറയാം ദിലീപ് കുറ്റക്കാരനാണ്. എന്നാൽ ശിക്ഷിച്ചില്ലെങ്കിൽ അത് ചിലപ്പോൾ തെളിവുകളുടെ അഭാവം കൊണ്ടാകാം. നമ്മുടെ നിയമത്തിൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. ആ തത്വം ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. എന്നാൽ ആശാനെ, അതിനുശേഷം നമ്മുടെ ഭാവന സിനിമയിലൊന്നും കണ്ടിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? ഭാവന അതിനുശേഷം മലയാളത്തിൽ ഒത്തിരി സിനിമയിൽ അഭിനയിച്ചല്ലോ. അതിനുശേഷമാണ് ആഡം ജോണിൽ അഭിനയിച്ചത്. അതിനുശേഷമാണ് ഷറഫുദ്ദീന്റെ കൂടെ ഒരു സിനിമ ഓർമ്മയില്ലേ, എനിക്കിഷ്ടമായ ഒരു സിനിമയായിരുന്നു. ആ സിനിമയിലൊക്കെ അതിനുശേഷമാണല്ലോ ഭാവന അഭിനയിച്ചത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മലയാളത്തിൽ ഒരു മെയിൻ സ്ട്രീം നായികയായിട്ട് ഇപ്പോഴും നിലനിൽക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു ഭാവന. പക്ഷെ ഭാവന പയ്യെ മലയാളത്തിൽ നിന്ന് മാറി കന്നഡ, തെലുങ്ക് സിനിമകളിലും അതിനുശേഷം കുടുംബിനിയായി ജീവിക്കാനായിരിക്കും പുള്ളിക്കാരത്തിയുടെ താല്പര്യം. അതെ, ഡിസംബർ 8 അറിയാം ബാക്കി വിധി എന്താ.